അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ തിരൂരിന്റെ ഹൃദയഭാഗത്ത് നമ്മളെ ഫോറിൻ മാർക്കറ്റിന്റെ അതേപോലെ തന്നെ വേറെന്തോ ഒരു ഇതുണ്ടല്ലോ ഇവിടുത്തെ ഹോൾസ മാൾ അല്ലേ, ഹോൾസ മാളിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ചെമ്പ്ര റോട്ടിലൊരു ഏരിയയിലാണ്. പിന്നെ ഇവിടെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ആ ഗോഡൗണിൻ്റെ ഉള്ളിലാണ് ആള് വന്നിട്ടുള്ളത്. ഈ ഗോഡൗണിലേക്ക് അറിയുന്നത് നമ്മളെ കബീർ കാക്ക സാധനങ്ങൾ എടുക്കാൻ വന്ന സമയത്ത് എപ്പോഴും ചിലപ്പോൾ എന്നും വരുന്ന സ്ഥലമായതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇടില്ല. ഇന്ന് എന്തേ ഒന്ന് ലൈറ്റ് ഇട്ട സമയത്ത് ചെറിയൊരു ഇളക്കം കണ്ടതാണ്. ഈ ഗോഡൗണിലേക്ക് വരുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സുകളൊക്കെ ഇവരെ കടകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തോ പടച്ചോൻ്റെ ഒരു ഭാഗ്യം, അതായത് പടച്ചോൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇന്ന് ഈ ഒരു അപകടം തീർത്തും ഒഴിവായി കിട്ടിയത്. കാരണം അപ്പോൾ ആ സമയത്ത് ലൈറ്റ് ഇടാൻ തോന്നി, ചെറിയൊരു ഇളക്കം വന്ന് ആ ഇളക്കം വന്ന സമയത്ത് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തോ ഒരു എഴജന്തുവാന്ന് മനസ്സിലായി, പക്ഷെ എന്താണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. വല്ല ചേരെ നീർക്കോലി എന്തെങ്കിലുമൊക്കെ ആവുന്ന വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച പാട് നമ്മൾ ഇല്ലേ എത്ര 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലേ, ഞാൻ തിരുവനന്തപുരം ഉണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. 5 മിനിറ്റ് ഇല്ല, 2, 10, 3, 2:30 വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുകയും ചെയ്ത്. ആളെ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി, അസലൊരു മൂർഖനാണ്. അപ്പോൾ എന്തോ ആരായിരുന്നു അവിടെ നോക്കിയിരുന്നത്? കബീർ കാക്ക എന്ന് പോയിട്ട് ബോച്ചേന്റെ ടിക്കറ്റ് എടുക്കുക. പിന്നെ എന്തോ ഭാഗ്യം, അതായത് കബീർ കാക്ക എപ്പോഴോ ചെയ്ത പള്ളിക്കകത്തില്ലേ, പടിഞ്ഞാറക്കര. ഓക്കെ. അപ്പോൾ കബീർ കാക്കാന്റെ എന്താ പറയാ എപ്പോഴോ ചെയ്ത പുണ്യം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു ഇപ്പൊ ഈ ഫോണിന്റെ മറുതലക്ക് നിന്നിട്ട് പലതും പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ എങ്ങനെ ഉണ്ടായി അതൊക്കെ അപ്പോഴേ നമ്മള് വലിച്ചു നീട്ടണില്ല. അപ്പൊ നമ്മളെ റെസ്ക്യൂട്ട് പോവാണ്. അതന്നെ കടാട്ടി പറയുന്നുണ്ട്. അപ്പോഴേ നമ്മളിപ്പോ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരടി വെച്ചാൽ അടുത്തടി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡോഗ് വാക്സിനേഷൻ ആയിരുന്നു. ഡോഗിന്റെ പിന്നാലെ പോയി പാടത്തടക്കം വീണുരുണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് കയറ്റേണ്ടി വരും ആ അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല, നിങ്ങൾ പിടിച്ചോളിട്ടാ, ഞാൻ പറഞ്ഞില്ല എന്നാണ്. നല്ല ആൾക്കാരാണ്. അപ്പോഴേ നമ്മളെ റെസ്ക്യൂവിലേക്ക് പോവല്ലേ, എവിടെ ഇതാ നമ്മളെ ഇന്നത്തെ ക്യാമറമാനാണ് മിസ്റ്റർ എന്തായിരുന്നു അബ്ബാസ് കാക്കയാണ്. ഇതെന്തൊക്കെ മുങ്ങണി ഇതൊക്കെ നമ്മളെ ഹെൽപ്പർമാരാട്ടോ, നോക്കി നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അത് അവിടെ ഉണ്ട് നമ്മളെ കാക്കുണ്ട്. ഇങ്ങോട്ട് വരി, മുണ്ടെടുത്തവരൊക്കെ ഒന്ന് മാറിക്കോളിട്ടാ. അല്ല മുണ്ടെടുത്തവരൊക്കെ ഒന്ന് മാറിക്കളി. ഇങ്ങോട്ട് തോളി അല്ലാ മുണ്ടുമ്പോ തൂങ്ങിയ സീനായി. അപ്പോഴേ നമ്മളൊട്ടും സമയം കളയുന്നില്ല, നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്യാമറാമാൻ മിസ്റ്റർ അബ്ബാസ് കാക്കയാണ്. അബ്ബാസ് കാക്ക സെറ്റാക്കി കളിട്ടാ. കാര്യം എന്താ വെച്ചാലേ ഈ നടി കുളത്തേക്ക് ചാടില്ലേ, അപ്പൊ പാമ്പ് വരുമ്പോ പാഞ്ഞോണ്ടിന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ ആ ടൂൾസ് ഇവിടെ അല്ല അതല്ല മുട്ടപ്പയും കണ്ട് വരും കേട്ടോ. നമ്മളാ ടോർച്ച് ഇവിടുന്നാണ് നമ്മള് മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടുന്നാണോ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇവിടുന്നാണ് നമ്മളെ. ഹലോ, മുട്ടയോ? എവിടുന്ന അടുത്ത്? പാമ്പിന്റെ മുട്ടയാണോ? ആദ്യം ആ മുട്ട ഒരു ഫോട്ടോ എടുത്ത് വിടി നോക്കട്ടെ. എവിടുന്ന അടുത്ത്? പേടിയായിക്കണേ തന്നെ, മറ്റവരെ കാണുന്നില്ല, മുട്ട കാണുന്നുണ്ട്. അപ്പോഴേ പേടിയായിട്ടാണ് അല്ലേ? വീട്ടില് ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്. ഹസ്ബൻഡ് ഗൾഫിലാവൂലേ? നാട്ടിലാണ്. അല്ല വീട്ടില് റൂം എക്സ്ട്രാ ഉണ്ടാ? പേടിക്ക് ഞാൻ അവിടെ വന്ന് എടുക്കാം കുറച്ച് ദിവസം. നിങ്ങളെ പേടിക്കണ്ട, ഞാൻ വരാം കേട്ടാ. കൈമനശ്ശേരി കുടുംബക്കാരുണ്ടാവും. പറയും. സാർ നോക്കാം സാർ. ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാമ്പുകള് ഇണ ചേരാൻ വേണ്ടി മാത്രമേ വേറൊരു പാമ്പിനെ ആശ്രയിക്കുള്ളൂ.
ഇണചേരുക, അതായത് ഇവർക്ക് അങ്ങനെ എന്താ പറയുക കുടുംബക്കാരായിട്ട് ജീവിക്കാൻ ഒന്നും പറ്റുന്നില്ല. അതായത് മുട്ടയിടുക, പ്രസവിക്കുക, ഇണചേരുക, ഭക്ഷണം കഴിക്കുക, തല്ലുണ്ടാക്കുക, ഇത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അപ്പൊ ഈ മുട്ട ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആണിന്റെ പാട്ടിനും പെണ്ണിന്റെ പാട്ടിനും പോകും. പിന്നെ ഈ എന്താ പറയാ ചേരയാണോ നീർക്കോലി ആരായാലും വേണ്ടില്ല, ഒരു എലിന്റെ പെരിച്ചാഴിന്റെ ഒക്കെ മാളങ്ങൾ കണ്ടെത്തി അതിൽ കയറിയിരിക്കും. ഒരു 1 year ഒക്കെ കഴിയണ ആ ഒരു ടൈം ആകുമ്പോൾ ഏകദേശം 60-65 ദിവസം അവരിയ്ക്കും ഈ മുട്ട ഇടാൻ. മുട്ട യൂറിനറി ഭാഗത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പാമ്പ് എസ്കേപ്പ് ആവും. പിന്നെ പാമ്പ് അവിടെ ഇരിക്കും, വല്ല ശല്യമോ കാര്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളവിടെ ഇരിക്കും. അപ്പൊ ഈ ചങ്ങായി ഒരു കുഞ്ഞുങ്ങളോട് പോലും ഒരു ദയ ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ ദയ ഇല്ലാത്തോളാ, പെണ്ണാണല്ലേ, ദയ ഇല്ലാത്തോളാണ്. അപ്പൊ അതുകൊണ്ട് മുട്ട ഇട്ടിട്ട് എസ്കേപ്പ് ആയിക്കണേ. എന്തായാലും ഞാൻ വരാം, ഓക്കെ വരണ്ടേ? കേട്ടു. അതൊന്നും വിഷയമില്ല, അതൊന്നും വിഷയമില്ല. എന്നാ ഞങ്ങൾ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകും. ഞാൻ പോരും, ഞാൻ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ്ട് ഇറങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഓരോ ആണുങ്ങൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ആണുങ്ങൾ ആവശ്യം ഇവിടെ ഒരു കുറച്ച് മുട്ട ഉണ്ട്, ഇതൊന്ന് വന്ന് നോക്കിക്കാം, അല്ല ഞാൻ ഒരു ഫോട്ടോ ഇട്ടാറ് ഞാൻ നോക്കി എന്തിന്റെ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അതേസമയം പെണ്ണുങ്ങളാവുമ്പോ ഒരു ബേജാറായിട്ട് ഇതൊന്നാകെ വിരിഞ്ഞ് പരക്കൂലേ എന്നൊക്കെ ഉള്ള മൈൻഡ് പേടിച്ചിട്ടോ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും പോവാണ്. എവിടെ ഇന്റെ പണിയായതോടെ ഇവിടെയാണ് ഇതാ നമ്മളെ നായിക വരുന്നുണ്ട്. കമോൺ, വരൂ വരൂ വരൂ, കടന്നു വരൂ കടന്നു വരൂ. അല്ല, ഇപ്പൊ പാമ്പിനെ ഞാൻ പിടിക്കേണ്ടി വരും. മിക്കവാറും നാട്ടിലൊക്കെ ഞാൻ തന്നെയാണ് പിടിക്കാറ്. ഇവിടെയാണ് കേട്ടാ, ഇവിടെയാണ് നമ്മുടെ സാധനം ഉള്ളത്. അവിടെ പോകുന്ന ഇതിന്റെ ഉള്ളിലാണ്. നമ്മളാള് കിടക്കുന്നത് ഈ ഒരു ഇതിന്റെ ഉള്ളിലാണ്. കാണുന്നില്ല അതിന്റെ ഉള്ളിലുണ്ട്. ഇത് എടനാണോ എടിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താ വിളിക്കണ്ടേ? ഞാൻ വിളിക്കണോ, കുട്ടാന്ന് വിളിക്കണോ, മോളെന്ന് വിളിക്കണോ ഒന്നും അറിയില്ല. മറ്റേ സ്റ്റാൻഡ് ആവൂല്ലേ? ഈ ഗോഡൌണിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ നല്ല ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊരു പാടായിക്കോട്ടെ. മറ്റേ ഈ ഇന്നസെന്റ് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു പാഠം ഓടി വന്ന് കയ്യിറങ്ങ. പിന്നെ ഇതിൽ കൂടെയാണ് വരാൻ സാധ്യതയുള്ളത്. എന്താ പൊള്ളണ ചേർന്നിട്ട് മോനെ രാജാവേ, നീ ഒരു പെണ്ണിനെ തെരഞ്ഞു വന്നതാണോ? സത്യം പറഞ്ഞോ? എന്തോ കഴിച്ചാണ്. കാണുന്നില്ലേ ചെങ്ങായി? ഇവരെന്തോ ഭക്ഷണം കഴിച്ചു, എന്തോ കിട്ടിയേ. എന്തായാലും ഇവിടെ നല്ല സാധനം ഉണ്ടാവുമല്ലോ തിന്നാൻ. അങ്ങോട്ട് വരും ആള്. അല്ല മേലത്തല്ല, അടിഭാഗത്തേക്ക് ഇങ്ങനെ സ്പേസ് അതെ അത് ഞാൻ കണ്ട്. അതല്ല ഞാൻ ഷീറ്റിന്റെ അടിക്ക് സ്ഥലം ഉണ്ടോ സാധനം ഇതാണ്. സാധനം ഇതാണ് നമ്മളത് എന്തോ കഴിച്ചിരിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്തോ കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിയാതെ കഴിച്ചിട്ടുണ്ട്.
ഇതെന്താ അറിയോ? പോട്ടെ. ഈ ഭക്ഷണത്തിലുള്ള കൊണ്ടുപോയാലേ ചെങ്ങായി ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കപ്പും ഈ ഭക്ഷണം പുറത്ത് കളയാൻ വല്ല തീരുമാനം ഉണ്ടാ? അല്ല, ഇതെന്ത് സംഭവം വെച്ചാലേ ഇപ്പൊ നമ്മള് ഇത് ഈ ആള് ഈ ഭക്ഷണം പുറത്ത് കളയും. കളഞ്ഞാ പിന്നെ ആ തുണി ഒന്നാകെ ഒരു കച്ചറാവും. ആ ഇപ്പൊ ഉണ്ടാവുക. നമ്മളിപ്പോ എങ്ങനെ പിടിച്ചാലും പിന്നെ ഇവർക്ക് ശ്വാസം മുട്ടുന്നു. അതാണ് ചെങ്ങായി കളയാന്നുണ്ടെങ്കിൽ ഒരു കളയാൻ ഒന്നും ചെയ്യൂല. കളയാൻ മുമ്പ് കളയണം. എന്ത് ഈ തുളസി തലയെ വെക്കാൻ പോയതാന്ന് തോന്നുന്നു അല്ലേ? എന്താ ഔഷധ ഗുണങ്ങൾ ഒരു ഐഡിയ. അപ്പൊ നമ്മള് എന്റെ നിഗമനം അവനാവാനാണ് സാധ്യത. ഈ എനിക്കൊന്ന് വിശ്വസിച്ച് ഒന്ന് പൊക്കിയേ നോക്കട്ടെ. അവന്റെ ബാക്കിത്തെ വരകൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചപ്പോ പാമ്പേഴ്സ് ഇട്ടിക്കണോന്ന് നോക്കിയത്. അപ്പൊ നമ്മളെ കാള് കളയണില്ലല്ലോ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാക്കാം. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിനെ വേദനിപ്പിക്കാതെ പിടിക്കുക. പിന്നെ പാമ്പിനെ വെച്ച് കളിക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുക. നമുക്ക് കളി കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, പിന്നെ കളിക്കൂല കേട്ടോ. സാക്ഷി എവിടെയല്ലേ ഇങ്ങനെയാണ് കണ്ടിട്ടാ ബ്രോ. അതെ, അത് ഒന്നിൽ കയറിട്ട് ഇവിടെ ലൈറ്റ് ഇട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ട് ഷോപ്പിലുണ്ടാവും. സാധനം എടുക്കാൻ അങ്ങോട്ട് പോകില്ല. ഡോറിന് ഇഷ്ടല്ലേ ഞാനവിടെ നിന്നു. അപ്പൊ ഇളകി അതാണ് സാധനം. അപ്പോഴേ നമ്മൾ പിടിച്ചിട്ടുണ്ട്. മോളാണോ മോനാണോന്നൊന്നും അറിയില്ല. സുന്ദരി മോളാ. അപ്പൊ വളരെ കുറച്ച് നേരത്തെ അല്ലെ, ഒരു രണ്ട് മിനിറ്റും ഇല്ല, 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ പാമ്പിനെ പിടിച്ച് നമ്മൾ ഇതിലാക്കിയ. ഒരു 2 ഇരുന്നോട്ടാ പാവാണ്. അപ്പൊ 2 മിനിറ്റിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 2 മിനിറ്റോട് കൂടി നമ്മളെ ആളെ കബീർ കാക്കാന്റെ സ്വന്തം പാമ്പിനല്ലേ? ആരാ കബീർ കാക്ക? നിങ്ങളാണല്ലേ പാമ്പിന് മുതലാളി? അത് ശരി. കബീർ കാക്കയാണ് പാമ്പിനെ കണ്ടിട്ടാ. പാമ്പിനെ പാമ്പിനെ തന്നെ. അതെ 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 സത്യം. എന്താ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ. അപ്പൊ എന്തായാലും കബീർ കാക്ക ഭാഗ്യത്തിന് കേസായതാണ്. എന്തായാലും എല്ലാരും ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളിക്കെട്ടിന് മൂർക്കനൊക്കെ ഇണ ചേരുന്ന സമയമാണ്. അപ്പോ ഈ ഇണ ചേരുന്ന സമയമാകുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെൺപാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ 1 കിലോമീറ്ററിന് അടുത്തു നിന്നൊക്കെ ഒരു 2-3 ആൺപാമ്പുകൾ തെരഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. അപ്പോ എന്തെന്നായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക. പരിസര കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. അപകടം സംഭവിച്ചിട്ട് നമ്മൾ മേപ്പിട്ട് നോക്കിയിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ കബീർക്കൊക്കെ നല്ല ശ്രദ്ധിക്കുക. പഠിച്ചവങ്ങളെ കൂടെ ഉണ്ട്. അത് തെളിവാണിത് അല്ലേ? തെളിവാണിത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെ ചങ്കള് ഇന്നെ അയക്കാണ് പൊയ്ക്കോന്ന് അറിഞ്ഞിട്ട്. വേറെ ഒന്നല്ല, വേറെ ഒരു മുട്ട ഉണ്ട് പറഞ്ഞിട്ടൊരു കോള് വന്നിരിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ ബോസെ നിങ്ങൾക്കൊന്നും പറയാനില്ല? സിമ്പിൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അടിച്ച് കൊല്ലാനുള്ള പ്ലാൻ ആക്കി. അങ്ങനെയല്ല, എന്താണെന്നുണ്ടെങ്കിലും ഒരു ജീവൻ എടുക്കാനും കൊടുക്കാനും ഉള്ള അവകാശം മേലുള്ള ആൾക്കാരല്ലേ? അള്ളാഹ് മാത്രമേ ഒരിക്കലും നമുക്കൊരു ജീവൻ കൊടുക്കാൻ പറ്റും. കുത്തിപ്പിടിച്ചിട്ട് ഒരു ചാക്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഈ ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും പാമ്പിനെ തൊടാൻ പാടില്ല. നിയമവിരുദ്ധാണ്. കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പൊ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നിൽക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണലിയൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചാടും, ചെല്ലുമ്പോത്തിന് മൂപ്പര് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. അപ്പൊ പാമ്പ് എന്താണെന്ന് അറിയാതെ ഒരിക്കലും പാമ്പിനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇനി പിടിച്ചതിനൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇതേ പറഞ്ഞു
വേദനിപ്പിക്കുകയാണ്. ഞാനില്ല. ഇത് വേറൊരു നിസ്സാരാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് സ്പോട്ടിലെത്തിയത് വളരെ ആയിക്കോട്ടെ, സന്തോഷം. എന്തായാലും എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. തിരിച്ചും നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു.